ഹലോ, അപ്പോൾ ഇന്നൊരു റെസിപ്പി ആട്ടോ, അയില മുളകിട്ടത്. അപ്പോൾ അങ്ങനെ ചട്ടി ചൂടായി, അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം തക്കാളി, പിന്നെ അയില ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്താ പറയുക, ഒരു കൈ ഉലുവയും അത് രണ്ടും ഇട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്കും മറ്റേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴച്ചെടുത്ത്, എനിക്ക് അങ്ങോട്ട് അപ്പം ഇടുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും, എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും അതിൻ്റെ ഇതുണ്ട്. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്ത്, എരിവിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഒരു മണം വരും. ആ ഒരു പച്ചമണം മാറി കിട്ടണ വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു അതിൻ്റെ ആ ഒരു മണവും വരും. പിന്നെ ഒരു പച്ചമണവും മാറിക്കിട്ടും. അങ്ങനെ അവിടെ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വേകും. അപ്പോഴത്തേക്ക് അതും നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കി തന്നെ കൊണ്ടിരിക്കുക. അപ്പോൾ ആ തക്കാളി ഒന്ന് വേവാനായിട്ട് ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണണത്. അങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കുക കേട്ടോ. അങ്ങനെ മീനിട്ടു. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനിടാനുള്ള സമയമാകും. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ടു. അങ്ങനെ മീനൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ വെക്കുക കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇട്ട് ഇപ്പോൾ തിളച്ച് വരണുണ്ട്. ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ.